ഇന്നത്തെ നമ്മുടെ കലാപരിപാടി ഈ ഒരു മട്ടനിലാണ് കേട്ടോ. കിട്ടിയ പാടെ നമ്മളൊന്ന് കഴുകിയെടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനെയുള്ള എന്ത് സംഭവമാണെങ്കിലും അടുപ്പത്ത് കറി വെച്ചെടുക്കുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ അടുപ്പത്തേക്ക് തീയൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മുടെ ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ചേർത്തൊന്ന് വാട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉമ്മിച്ച് നമുക്ക് വൈകുന്നേരത്തേക്കായിട്ട് കുറച്ച് അവലും കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മുടെ മട്ടനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാങ്ങിയതല്ല കേട്ടോ, അണിച്ചിട്ട് ഒരു കൂട്ടുകാരൻ അങ്ങനെ കൊണ്ടുവന്ന് തന്നെയാണ്. അങ്ങനെ കറിയൊക്കെ അടുപ്പത്തിരുന്ന് വരുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കട്ടനും അവലൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും അണ്ടിച്ച് കൂട്ടുകാരനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊണ്ടുപോകാത്തതിന്റെ പേരിൽ നമ്മുടെ അച്ഛനും പൈസയും കയറി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അവരെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ വരാമെന്നും പറഞ്ഞു പോയ അണ്ണച്ചി പിന്നെ വരുന്നത് പാതിരാത്രി 12 മണിയായപ്പോൾ ഈ ഒരു കൊട്ട മീനുമായിട്ടാണ് കേട്ടോ. പിന്നെ വന്ന പാടെ നമ്മുടെ അപ്പവും മട്ടനൊക്കെ കൂട്ടി ഞാൻ അങ്ങോട്ട് ചായ കൊടുത്തിട്ടുണ്ട്.